നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. ഹൈ റിസ്ക് പ്രഗ്നൻസിയിലെ അപകട സാധ്യതകളും അതിൻ്റെ പരിഹാര മാർഗങ്ങളുമാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നെയ്യാറ്റിങ്കര നിംസ് മെഡിസിറ്റിയിലെ ഹൈ റിസ്ക് പ്രഗ്നൻസി വിഭാഗം ഡോക്ടറും ഫീറ്റൽ മെഡിസിൻ ഗൈനക്കോളജി വിഭാഗം ഡോക്ടറായ ഡോക്ടർ അഞ്ജു കെ നായരാണ്. ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ, യഥാർത്ഥത്തിൽ എന്താണ് ഹൈ റിസ്ക് പ്രഗ്നൻസി? എപ്പോഴൊക്കെയാണ് ഇത്തരത്തിൽ ഗർഭാവസ്ഥ അപകടാവസ്ഥയിലേക്ക് മാറുന്നത്? റൈറ്റ്. കോമൺലി നമ്മൾ കാണുന്നത് ഒരു ഫീമെയിൽ, ഒരു 18 to 35 year old ഫീമെയിൽ സ്പോണ്ടേനിയസ് ആയിട്ട് തനിയെ പ്രഗ്നൻ്റ് ആവുകയും ഒരു ഹെൽത്തി പീരീഡായിട്ട് പോയിട്ട് ഒരു 37 വീക്സിന് ശേഷം സ്പോണ്ടേനിയസ് ആയിട്ട് ഡെലിവറി ആയി ഒരു ഹെൽത്തി ബേബീനെ ഡെലിവറി ചെയ്ത് ഡിസ്ചാർജ് ആയി പോകുന്ന ഒരവസ്ഥയാണ് ഒരു ലോ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഈ ഒരു ലോ റിസ്ക് പാത്വേ ഏത് സമയത്തായാലും ഒരു ഹൈ റിസ്കിലോട്ട് മാറാം. അതായത് നമ്മൾ ഈ കാണുന്ന ഒരു ലോ റിസ്ക് എന്ന പാത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ, മോസ്റ്റ് കോമൺ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ കമ്മി വരിക, അല്ലെങ്കിൽ ബ്ലീഡിങ് ഇഷ്യൂസ് വരിക, അല്ലെങ്കിൽ ബേബിക്ക് ഗ്രോത്ത് ഇഷ്യൂസ് വരിക, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒരു ലോ റിസ്ക് പ്രഗ്നൻസി ഹൈ റിസ്ക് കണ്ടീഷനിലോട്ട് മാറാം. ഡോക്ടർ, ഗർഭാവസ്ഥയിലെ അപകട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് മുൻകരുതലായി എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി സാധിക്കും? ഗർഭാവസ്ഥയിൽ അപകട സാധ്യതകളെ കുറിച്ച് അസസ് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ പേഷ്യൻറ്റ്, അതായത് ഒരു പ്രഗ്നൻറ്റ് ലേഡി ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നത്, അതായത് ബുക്കിംഗ് വിസിറ്റ് തന്നെ നമ്മൾ അസസ് ചെയ്യേണ്ടതാണ് ആ കുട്ടിക്ക്, ആ ഒരു ഗർഭിണിയായ അമ്മയ്ക്കുള്ള റിസ്ക് ഫാക്ടേഴ്സ്. ആ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ ഓൾറെഡി അവർക്കുള്ള മെഡിക്കൽ ഡിസോർഡേഴ്സ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസിയിൽ വരുന്ന ഡിസീസ് കണ്ടീഷൻസിനുള്ള റിസ്ക് ഫാക്ടേഴ്സൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. സോ ഓൾറെഡി പേഷ്യൻ്റ് ഡയബറ്റിക് ആണ്, ഹൈപ്പർ ടെൻസീവ് ആണ്, ഹാർട്ട് ഡിസീസ് ഉള്ളതാണ്, അല്ലെങ്കിൽ അതേപോലെ കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അതനുസരിച്ചുള്ള റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ നമ്മൾ ബുക്കിംഗ് വിസിറ്റ് തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ അതർ ഫാക്ടേഴ്സ് ലൈക്ക് ഏജ് മോർ ദാൻ 35 years, അമിതവണ്ണം, അല്ലെങ്കിൽ IVF കൺസെപ്ഷൻ ഒക്കെ ആണെങ്കിൽ ആ പ്രഗ്നൻസിയിൽ ഇതേ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള അമ്മമാർക്ക് പലതരം മെഡിക്കൽ ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ബുക്കിംഗ് വിസിറ്റ് തന്നെ ഇങ്ങനെയൊരു ഗർഭിണിയെ നമ്മൾ റിസ്ക് സ്ട്രാറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു പാത്വേ, അതായത് നമ്പർ ഓഫ് ഹോസ്പിറ്റൽ വിസിറ്റ്സ്, മെഡിക്കേഷൻസ് ഒക്കെ നമ്മളൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ, ഗർഭാവസ്ഥയിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ ഗർഭാവസ്ഥയിലുള്ള ബ്ലീഡിംഗ് എന്നുള്ളത്. ഇതെങ്ങനെയാണ് കുട്ടിയെ ബാധിക്കുന്നത്? അതുപോലെ തന്നെ ഈ ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രഗ്നൻസിയിൽ ബ്ലീഡിങ് വരേണ്ട പല റീസൺസും ഉണ്ട്. ഇപ്പം ഫസ്റ്റ് 3 months ആണെങ്കിൽ നമ്മളതിനെ ത്രെറ്റൻഡ് മിസ്കാരേജ് എന്ന് പറയും. അതായത് നമ്മുടെ ഭ്രൂണം, ഒരു അണ്ടവും ബീജവും ഒരുമിക്കുമ്പം ഉണ്ടാവുന്ന ഭ്രൂണം യൂട്രസിനകത്ത് പതിയുന്ന ഇംപ്ലാന്റേഷൻ ബ്ലീഡ് ആകാം. അതിന് ചുറ്റുമുള്ള ബ്ലീഡ് കൂടുവാണെങ്കിൽ ചിലപ്പം അത് എക്സസീവ് ബ്ലീഡിംഗ് ആയിട്ട് വരാം, ചിലപ്പം പ്രഗ്നൻസി മിസ്കാരേജ് ആവാനുള്ള ചാൻസസും ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വുഡ് ബി അതർ കോസസ് ലൈക്ക് നമ്മൾ അബ്രപ്ഷൻ എന്ന് പറയും, പ്ലസൻറ്റ പ്രീവിയ എന്ന് പറയും. ഇതൊക്കെ പ്രഗ്നൻസിയിൽ എക്സ്ക്ലൂസീവായിട്ട് കാണപ്പെടുന്ന കണ്ടീഷൻസാണ്. പ്ലസൻറ്റയിൻ്റെ അബ്നോർമാലിറ്റി കാരണം വരുന്ന കണ്ടീഷൻസാണ്. ആൻറ്റിപാർട്ടം ഹെമറേജ് എന്ന് പറയും. സോ ഈ ഒരു അവസ്ഥയിൽ, അതായത് പ്രഗ്നൻസിയിൽ ബ്ലീഡിങ് കാരണം അമ്മയ്ക്ക് ഹീമോഗ്ലോബിൻ ബ്ലഡ് ലോസ് ഉണ്ടാവാം, ഹീമോഗ്ലോബിൻ ഉണ്ടാവാം, പൾസ് BP ഫോൾ ഉണ്ടാവാം. അത് അമ്മയുടെ ആരോഗ്യത്തിനെ ബാധിക്കും. അതേപോലെ തന്നെ ബേബിക്കുള്ള ബ്ലഡ് സപ്ലൈയും കുറയുകയാണ്. അത് കാരണം ബേബിക്ക് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടാവാം, സഡൻ ഇൻട്രായൂട്രൈൻ ഡെത്ത്, കുട്ടിക്ക് മരണസാധ്യതകളും ഉള്ളതാണ്. അതുപോലെ തന്നെ ഡോക്ടർ, നമുക്ക് ഈ ഗർഭകാല അസ്വസ്ഥതകളെ എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? ഗർഭിണികൾ ആദ്യഘട്ടം മുതൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഗർഭാവസ്ഥയിൽ വരുന്ന റുട്ടീനായിട്ടുള്ള കോംപ്ലിക്കേഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ബ്ലീഡിംഗ് ആകാം. ഫസ്റ്റ് 3 months ആണെങ്കിൽ ഹൈപ്പറെമിസിസ്, അമിതമായിട്ട് ഓർക്കാനം, ഛർദിൽ വരാനുള്ള സാധ്യതകളുണ്ട്. സോ എന്ത് തന്നെ കോംപ്ലിക്കേഷൻസ് ആകട്ടെ ഹോസ്പിറ്റലെ സമീപിക്കണം, ആ കൺസേൺ ഡോക്ടറെ സമീപിക്കണം. അവർ പ്രോപ്പറായിട്ട് എക്സാമിനേഷൻ ചെയ്യും, ആ ഒരു കണ്ടീഷനെ ട്രീറ്റ് ചെയ്യാനുള്ള മെഡിക്കേഷൻസ് കൊടുത്ത് അമ്മയെ സ്റ്റെബിലൈസ് ചെയ്യുന്നതായിരിക്കും. അതല്ലാണ്ട് ഓൾറെഡി
മെഡിക്കൽ പ്രോബ്ലംസ് ഉള്ള പ്രഗ്നൻസി, അതായത് ആസ് ഐ ടോൾഡ് ബിഫോർ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, തൈറോയിഡ്, അല്ലെങ്കിൽ ഹാർട്ടിന് അസുഖമുള്ള അമ്മമാർ, അല്ലെങ്കിൽ ഫിറ്റ്സ് വരാതിരിക്കാൻ വേണ്ടി മെഡിസിൻസ് കഴിക്കുന്ന അമ്മമാരൊക്കെ അവരുടെ മെഡിസിൻസ് പ്രോപ്പർ ടൈമിൽ എടുക്കണം. കൺസേൺഡ് ആയിട്ടുള്ള അവരുടെ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെ ഫ്രീക്വൻ്റ് ആയിട്ട് കാണണം ആൻഡ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഗർഭിണികളിൽ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട 2 ബുദ്ധിമുട്ടുകളാണ് ഷുഗർ, BP പോലുള്ള രോഗങ്ങൾ. ഇത്തരം രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗർഭിണികൾ സ്വീകരിക്കേണ്ട മറ്റ് മുൻകരുതലുകൾ എന്തൊക്കെയാണ്? Yeah, that's a very good question. Especially ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. ആഫ്റ്റർ 35 ഇയേഴ്സ് ആണ് നമ്മളെല്ലാം ഫീമെയിൽ വിഷ് ടു ഗെറ്റ് മാരീഡ് ആൻഡ് പ്ലാൻ ദെയർ പ്രഗ്നൻസി. സോ ഇത് കാരണം വരുന്ന മോസ്റ്റ് കോമൺ ഡിസോർഡേഴ്സ് ആണ് ഒബേസിറ്റി, അത് മുഖാന്തരം വരുന്നതാണ് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്. ആസ് യു റൈറ്റ്ലി ആസ്ഡ്, ഈ മാതിരി പ്രശ്നമുള്ള അമ്മമാർ ടു ബി ഫ്രാങ്ക് ദേ ഷുഡ് മീറ്റ് their doctor before pregnancy. അതിനെയാണ് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സോ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള അമ്മമാർ ബിഫോർ പ്രഗ്നൻസി ദേ ഷുഡ് മേക്ക് ഷുവർ അവരുടെ ഹീമോഗ്ലോബിൻ ലെവൽസ്, HbA1c ലെവൽസ് വിച്ച് ഈസ് എ സ്ക്രീനിങ് ഫോർ ഡയബറ്റിസ്, ആൻഡ് അവരുടെ BP, ലിപ്പിഡ് പ്രൊഫൈൽ, തൈറോയിഡ് സ്റ്റേറ്റസ് ഇതൊക്കെ നോർമൽ ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ അവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. The next important thing is very important medical disorders like autoimmune disease called as SLE, rheumatoid arthritis, അല്ലെങ്കിൽ APLA syndrome എന്നൊക്കെ പറയുന്ന അമ്മമാർ ഓൾറെഡി they will be on some medicines. ഈ തരം മെഡിസിൻസ് ആക്ച്വലി പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. സോ ഈ മെഡിസിൻസ് കഴിക്കുന്ന അമ്മമാർ ഡെഫിനറ്റ് ആയിട്ടൊരു മെഡിക്കേഷൻ റിവ്യൂ, അതായത് പ്രഗ്നൻസി സേഫ് മെഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയുകയും ആ പ്രഗ്നൻസി സേഫ് മെഡിക്കേഷനിലോട്ട് സ്വിച്ച് ഓൺ ചെയ്യേണ്ട ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘട്ടമാണ്. നെക്സ്റ്റ് ഈസ് ദ ഫോളിക് ആസിഡ്. പ്രഗ്നൻസിയുടെ ഫസ്റ്റ് 3 months most important is even before they plan the pregnancy they should സ്റ്റാർട്ട് ഫോളിക് ആസിഡ് മെഡിക്കേഷൻസ്. സോ ഇതൊക്കെയാണ് ഈ മെഡിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബിഫോർ പ്രഗ്നൻസി. ആൻഡ് വെൻ ദേ ബിക്കം പ്രഗ്നൻറ്റ്, ഗോ ആൻഡ് മീറ്റ് യുവർ ഡോക്ടർ അറ്റ് ദ ഏർലിയസ്റ്റ്. ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക, കൃത്യമായിട്ടുള്ള ആൻറ്റിനേറ്റൽ വിസിറ്റ്സ് ഫോളോ ചെയ്യുക, ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദർ ഷുഗേഴ്സ്, BP എവറിത്തിങ് ഈസ് ഇൻ ദ നോർമൽ ലിമിറ്റ്. ആൻഡ് എല്ലാ പ്രാവശ്യവും അവരുടെ വെയ്റ്റ് ഗെയിൻ അസസ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ന്യൂട്രീഷൻ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് അവർ ഫോളോ ചെയ്യുക. ആൻഡ് എല്ലാ വിസിറ്റിലും അവരുടെ ബേബി, ബിക്കോസ് pregnancy, mother and the baby condition is important. So how the baby is growing, അതും അസസ് ചെയ്യുക at every visit. ഡോക്ടർ, അതുപോലെ തന്നെ ഭക്ഷണം, വ്യായാമം, ഉറക്കം ഇതുപോലുള്ള ഘടകങ്ങളിൽ ഗർഭിണികൾ സ്വീകരിക്കേണ്ട മറ്റ് മുൻകരുതലുകളും ഇതിൻ്റെ പ്രാധാന്യവും എത്രത്തോളമാണ്? യെസ്, സോ പ്രഗ്നൻസി itself is a catabolic state ആണ്. അതായത് മദറിന് എക്സ്ട്രാ കാലറി ആൻഡ് എക്സ്ട്രാ പ്രോട്ടീനിൻ്റെ ആവശ്യമുണ്ട് ഫോർ ദ ഗ്രോയിങ് ബേബി ആൻഡ് ഓൾസോ ഫോർ ദ മദർ. ഒരു 5 ലിറ്റർ ബ്ലഡാണ് ഒരു നോർമലായിട്ടുള്ള ഹ്യൂമൻ ബീങ്ങിൻ്റെ ബോഡിയിലുള്ളത്. ബട്ട് at the end of pregnancy, അല്ലെങ്കിൽ by the end of 9 months, it becomes 9 to 10 liters. അപ്പം ഒരു ഡബിൾ ദ ബ്ലഡ് വോള്യൂം ആവുകയാണ് അമ്മയുടെ ശരീരത്തിൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് അമ്മയ്ക്ക് വേണം for the mother as well as for the growing baby. So ഒരു ബാലൻസ്ഡ് ഡയറ്റ് വളരെ ആവശ്യമുള്ളതാണ്. ഇത് ഇൻഡിവിജ്വലൈസ്ഡ് ആണ്, കസ്റ്റമൈസ്ഡ് ആണ്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ മദേഴ്സ് BMI, അവരുടെ വെയ്റ്റ് ആൻഡ് ഹൈറ്റ് വെച്ചിട്ട് വി കാൽക്കുലേറ്റ് ദ BMI. ആൻഡ് BMI വെച്ചിട്ടാണ് നമ്മളൊരു മദർ എത്രത്തോളം കാലറി ആൻഡ് പ്രോട്ടീൻ ഡയറ്റ് കഴിക്കണമെന്ന് ഡയറ്റീഷ്യൻ അവരെ സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ, ഈ ഗർഭാവസ്ഥയിൽ ഒരു ഗർഭിണിക്ക് എപ്പോഴാണ് ഈ ബെഡ് റെസ്റ്റ് ആവശ്യമായി വരുന്നത്? സത്യത്തിൽ പ്രഗ്നൻസിയിൽ ബെഡ് റെസ്റ്റ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ബിക്കോസ് പ്രഗ്നൻസി ഈസ് എ ഹൈപ്പർ കോഗലബിൾ സ്റ്റേറ്റ്, അതായത് ബ്ലഡ് കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുന്നൊരവസ്ഥയാണ്. അതും അമ്മയ്ക്കൊരു സേഫ് മെത്തേഡാണ്. ബിക്കോസ് ഡെലിവറി ബ്ലീഡിങ് സമയത്ത് ബ്ലഡ് ക്ലോട്ട് ആവാനും അമ്മയുടെ ബ്ലഡ് സേവ് ചെയ്യാനുള്ള ഒരു നാച്ചുറൽ ഡിഫെൻസ് മെക്കാനിസമാണ്. പക്ഷേ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറായിട്ടാണ് പ്രഗ്നൻസിയിൽ അമ്മ അധികമായിട്ട് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് ക്ലോട്ട്, ഒരു വീനസ് ത്രോംബോസിസ് എന്ന് പറയും, ആർട്ടീരിയൽ വീനസ് ത്രോംബോസിസ്. സോ യാതൊരു കാരണവശാലും
പ്രഗ്നൻസിയിൽ അമ്മമാർക്ക് ബെഡ് റെസ്റ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. റൊട്ടീനായിട്ട് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് പ്രഗ്നൻസിയിലും ചെയ്യാം. യെസ്, പക്ഷേ ഒരു ക്ലോസ് ഉണ്ട്. ഫോർ ഫ്യൂ മദേഴ്സ് അവർ ലൈക്ക് ദർ ഹാർട്ട് ഡിസീസ് ഉള്ള മദേഴ്സാണ്. അപ്പം അങ്ങനെയുള്ള മദേഴ്സിന് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് റെസ്ട്രിക്റ്റഡ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയും. അതായത് അധികം കിതയ്ക്കുന്ന ആക്ടിവിറ്റീസ് അവരെ റെസ്ട്രിക്റ്റ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഒരവസ്ഥയാണ് സർക്ലാച്ച്, അതായത് നമ്മുടെ ഗർഭാശയ മുഖത്ത് വീക്ക്നെസ് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന അവസ്ഥയിൽ നമ്മൾ അങ്ങനെ അത്തരമുള്ള പേഷ്യൻസിനോട് നമ്മൾ ബെഡ് റെസ്റ്റ്, പ്രിഫറബ്ലി ബെഡ് റെസ്റ്റ് വിത്ത് എന്താ പറയുക ലെഗ് റേസിങ് പൊസിഷനിൽ അവരെ നമ്മൾ കിടക്കാൻ വേണ്ടി നമ്മളവരെ അഡ്വൈസ് ചെയ്യുന്നതാണ്. ഇത് കൂടാണ്ട് ബാക്കി എല്ലാ അവസ്ഥയിലും റുട്ടീനായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഡെഫിനറ്റായിട്ട് ചെയ്യേണ്ടതാണ്. ആസ് യു പ്രീവിയസ്ലി സെഡ്, വ്യായാമം, എക്സസൈസ് ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഫോർ എ ഹെൽത്തി പ്രഗ്നൻസി. ഇത്തരം സങ്കീർണതകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി പ്രസവഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് ഡോക്ടർ? റൈറ്റ്. സോ എല്ലാ പ്രഗ്നൻസിയിലും വരുന്ന കോംപ്ലിക്കേഷൻസ് നിയർ ടേം, അത് നിയർ ടു ഡെലിവറിയാണ് കൂടുന്ന അവസ്ഥ. അത് ഹീമോഗ്ലോബിൻ്റെ കുറവാവട്ടെ, ഡയബറ്റിസ് ആവട്ടെ, ഹൈപ്പർ ടെൻഷൻ ആവട്ടെ, ഇതെല്ലാം പ്രഗ്നൻസി നിയർ ഡെലിവറി ആവുമ്പോഴാണ് ഈ സിംറ്റംസ് കൂടുന്നത്. സോ ഡെഫിനറ്റായിട്ട് നമ്മൾ പേഷ്യൻറ്റിനെയും ഒരു ഗർഭിണിയായ അമ്മയും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും നമ്മൾ ബോധവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട്. Beware of the warning signs in pregnancy, like sudden ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുക, യൂറിൻ ഔട്ട്പുട്ട് കുറയുക, സിവിയർ ഹെഡേക്ക് വരിക, കാഴ്ച മങ്ങൽ വരിക, നെഞ്ചെരിച്ചിൽ അല്ലെങ്കിൽ ബ്ലീഡിങ് വരുന്ന അവസ്ഥ, ബ്ലീഡിങ് വജൈനം അല്ലെങ്കിൽ വാട്ടർ ബ്രേക്കേജ് അവസ്ഥ, ഓർ അനക്കക്കുറവിൻ്റെ അവസ്ഥ. സോ ദീസ് ആർ ഫ്യൂ വാർണിംഗ് സൈൻസ് ഇൻ പ്രഗ്നൻസി. മാസം അല്ലെങ്കിൽ ഡേറ്റ് അടുക്കുന്നതോറും നമ്മൾ ഗർഭിണികളെ ഒന്ന് അലേർട്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. ഇങ്ങനത്തെ ഏതുവിധ സിംറ്റംസ് കണ്ടാലും എത്രയും വേഗം നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുക. ഡോക്ടർ, ഇത്തരം ഹൈ റിസ്ക് പ്രഗ്നൻസികളിൽ സാധാരണ പ്രസവം സാധ്യമാണോ? അതല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് ഈ സർജറി ആവശ്യമായി വരുന്നത്? ഡെഫിനറ്റായിട്ട് സാധ്യമാണ്. ഹൈ റിസ്ക് പ്രഗ്നൻസി ഒരു വജൈനൽ ഡെലിവറിക്ക് കോൺട്രാ ഇൻഡിക്കേഷനേ അല്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ, ഫ്യൂ സിംറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ ഫ്യൂ ഡിസോർഡേഴ്സ് ഉണ്ട് വേർ നമ്മൾ വജൈനൽ ഡെലിവറി കൊടുക്കാത്ത അവസ്ഥ. ലൈക്ക് പ്ലാസെൻറ്റ പ്രിവിയ, അതായത് പ്രഗ്നൻസിയിൽ ഗർഭാവസ്ഥയിൽ മറുപുള താഴെയായിരിക്കും അറ്റാച്ച് ആയിരിക്കുന്നത്. സോ പ്ലാസെൻറ്റ പ്രിവിയ യു കനോട്ട് കീപ് ഫോർ വജൈനൽ ഡെലിവറി. അല്ലെങ്കിൽ വെരി സ്മോൾ ബേബി അല്ലെങ്കിൽ വെരി ബിഗ് ബേബി, യു ക്യാൻ ഗോ ഫോർ എ എലക്റ്റീവ് സിസേറിയൻ സെക്ഷൻ. അല്ലെങ്കിൽ സിവിയർ ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻറ്റ്. സോ ഇമാതിരി ചില കണ്ടീഷൻസ് ഉണ്ട് വേർ വജൈനൽ ഡെലിവറി പറ്റാത്ത അവസ്ഥ. അല്ലാതെ ബാക്കി എല്ലാ കണ്ടീഷനിലും നമുക്കൊരു ട്രയൽ ഫോർ വജൈനൽ ലേബർ ഡെഫിനറ്റായിട്ട് കൊടുക്കാൻ പറ്റും. സോ വി ഹാവ് ടു മേക്ക് ദ കപ്പിൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് വജൈനൽ ഡെലിവറി, വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് വജൈനൽ ഡെലിവറി. കാരണം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ എവ്രിബഡി ഈസ് എല്ലാവരും and they want the result to be very quick. Everybody is behind this Blinkit, Instamart and all. So they want the delivery also to happen in a quick way. So we should make them understand ഇതൊരു 24 to 48 hours വരെ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് വജൈനൽ ഡെലിവറി. സോ ബോത്ത് ദ മദർ ആൻഡ് ദർ പാർട്ട്ണർ ഹാസ് ടു ബി കൗൺസിൽഡ് ഇൻ ദാറ്റ് വേ. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ അമ്മേനെയും കുഞ്ഞിനെയും നമ്മൾ മോണിറ്റർ ചെയ്യുന്നതാണ്. ആൻഡ് ഹൗ ഷീ ഈസ് റെസ്പോണ്ടിങ് ടു ദ മെഡിസിൻസ്, നമ്മൾ നോർമൽ ഡെലിവറി ആവാനുള്ള മെഡിസിൻസ് കൊടുത്ത് എങ്ങനെയാണ് ആ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നത്, ഗർഭാശയമുഖം ഓപ്പൺ ആവുന്നുണ്ട്, ബേബി ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഫ്യൂ സ്കോർ വെച്ചിട്ട് തീരുമാനിക്കും വജൈനൽ ഡെലിവറി സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഡെലിവറി ബേബിയുടെ that she is not progressing well or the baby's heartbeat is getting low, then we'll take a call for cesarean section. ഡോക്ടർ, എന്താണ് ഈ സിസേറിയൻ ഡെലിവറി? അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സർജറിയുടെ മറ്റ് സങ്കീർണതകൾ എന്തൊക്കെയാണ്? നാച്ചുറലായിട്ട് ആവുന്ന ബർത്ത് പ്രോസസ്സാണ് എപ്പോഴും ഒരു അമ്മയ്ക്ക് ഏറ്റവും സേഫ്. പക്ഷേ അങ്ങനെ പറ്റാത്ത അവസ്ഥയിലാണ് ഈ സിസേറിയൻ സെക്ഷൻ. അതായത് വി കട്ട് ഓപ്പൺ ദ അബ്ഡോമൻ, നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ അബ്ഡോമൻ കട്ട് ഓപ്പൺ ചെയ്ത് ബേബിയെ ഡെലിവർ ഔട്ട് ചെയ്ത് അതേപോലെ ലെയർ ബൈ ലെയർ തുന്നിക്കെട്ടുന്ന ഒരു അവസ്ഥയാണ് സിസേറിയൻ സെക്ഷൻ. ഡെഫിനറ്റായിട്ട് വജൈനൽ ഡെലിവറിക്കാട്ടിൽ റിസ്ക് കൂടിയ ഒരു അവസ്ഥയാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ ഈസ് ദ
ബ്ലീഡിങ്, കാരണം നമ്മൾ ലെയർ ബൈ ലെയർ കട്ട് ചെയ്യുകയും ചെയ്യുമ്പം ഡെഫിനറ്റായിട്ട് അവിടെ ഉള്ള ബ്ലഡ് വെസൽസ് ഒക്കെ മുറുകയും ബ്ലീഡ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഓൾറെഡി മെഡിക്കൽ ഇഷ്യൂസ് ഉള്ള അമ്മമാർ, ലൈക്ക് ഹീമോഗ്ലോബിൻ കുറവുള്ള അമ്മമാർ, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബിഗ് ബേബീസ് ഉള്ള അമ്മമാരിൽ ബ്ലീഡിങ് സാധ്യതകൾ കൂടുതലാണ്. സോ ഒരു വട്ടം സിസേറിയൻ ആൻഡ് ദാറ്റ് ടു ഡ്യൂറിങ് സിസേറിയൻ സെക്ഷൻ, അതൊരു സർജിക്കൽ പ്രോസസ്സാണ്. സോ നമ്മുടെ സൈഡിലുള്ള അവയവങ്ങൾ ലൈക്ക് നമ്മുടെ ബ്ലാഡർ, യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈൻസ് ഒക്കെ ഇഞ്ചർ ആവാനുള്ള അവസ്ഥയും സാധ്യതകളും കൂടുതലാണ്. ആൻഡ് സിസേറിയൻ കഴിഞ്ഞ അമ്മമാർക്ക് നെക്സ്റ്റ് പ്രഗ്നൻസിയിലും ലൈക്ക് മറുമുള താഴെ വന്ന് അറ്റാച്ച് ആവാനും പ്ലസൻറ്റ പ്രീവിയ എന്നുള്ള കണ്ടീഷൻ വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. ആൻഡ് മോർ ഓവർ വജൈനൽ ഡെലിവറി ഉള്ള മദർസ് ഡെലിവറിക്ക് ശേഷം പെയിൻ കുറവായിരിക്കും ആൻഡ് ദേ ഗെറ്റ് ഡിസ്ചാർജ്ഡ് ഓൺ സെക്കൻഡ് ഓർ തേർഡ് ഡേ. സിസേറിയൻ കഴിഞ്ഞ അമ്മമാർക്ക് ഡെഫിനറ്റായിട്ട് ആ ഒരു പെയിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലും മോർ ദ ഹോസ്പിറ്റൽ ഡ്യൂറേഷൻ, സ്റ്റേയിൻ്റെ ഡ്യൂറേഷൻ കൂടുതലും ആയിരിക്കാം. ദിസ് ആർ ദ കോമൺ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് സിസേറിയൻ സെക്ഷൻ. അതുപോലെ തന്നെ ഡോക്ടർ, ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി വിഭാഗത്തിലുള്ളവർ പ്രസവാനന്തരം സ്വീകരിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ പ്രഗ്നൻസി സമയത്ത് ഗർഭിണികൾക്കുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഡെഫിനറ്റായിട്ട് ഡെലിവറിക്ക് ശേഷവും ആ റിസ്ക് ഫാക്ടേഴ്സിനെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടിയിരിക്കുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബീങ് ദർ പൾസ്, BP, അവർ പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുന്നുണ്ടോ, നടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അവർക്ക് ഓൾറെഡി ഉള്ള മെഡിക്കൽ കണ്ടീഷൻ അതെങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ഡയബറ്റിസ് ആണെങ്കിൽ അവർ ഷുഗർ ലെവൽസ് എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്ത് അതിനനുസരിച്ച് മെഡിക്കേഷൻ കൊടുക്കുക. BP ആണെങ്കിൽ BPയുടെ മെഡിക്കേഷൻ അതിനനുസരിച്ച് കൊടുക്കുക. ബാക്കി വേറെ എന്ത് മെഡിക്കൽ കണ്ടീഷനിൽ അവർ മെഡിസിൻ എടുക്കുന്നോ ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്ത് ആ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ നമ്മൾ ഗൈഡൻസ് എടുത്തുകൊണ്ട് മെഡിസിൻസ് ഓൾട്ടർ ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് ദീസ് വുമൻ ഓൾറെഡി ഹൈ റിസ്ക് കണ്ടീഷൻസ് ഉള്ള വുമൻ, ദേ ആർ മോർ പ്രോൺ ഫോർ DVT. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഒരു ഹൈപ്പർ കോഗുലബിൾ സ്റ്റേറ്റ് കാരണം ബോഡിയിൽ ബ്ലഡ് ക്ലോട്ട് ആവേണ്ട അവസ്ഥ കൂടുതലാണ്. സോ ഡെഫിനറ്റായിട്ട് അവർ ആംബുലേറ്റ് ചെയ്യിക്കണം എത്രയും വേഗം. ഡെലിവറിക്ക് ശേഷമാകട്ടെ എത്രയും വേഗം അവർ നടത്ത സ്റ്റാർട്ട് ചെയ്യണം. പ്രോപ്പർ ഡയറ്റ് എടുക്കാൻ തുടങ്ങണം. ആൻഡ് ഇതെല്ലാം ഡിസ്ചാർജ് ആകുമ്പോഴും പേഷ്യൻറ്റിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ, ഈ ഹൈ റിസ്ക് പ്രഗ്നൻസിയുടെ പ്രസവാനന്തരം കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കും? കുഞ്ഞിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ട മറ്റ് കെയറുകളും കാര്യങ്ങളും എങ്ങനെയാണ്? സോ ഒരു ഹൈ റിസ്ക് ഫാക്ടർ അമ്മയ്ക്കുള്ളപ്പം ഡെഫിനറ്റായിട്ട് അതൊരു ബേബിയെയും എഫക്റ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരിക്കാം. സോ പ്രഗ്നൻസിയിൽ തന്നെ ബേബിയുടെ ഗ്രോത്ത് അസസ് ചെയ്തിട്ട് നമ്മൾ വേണ്ടി വന്നാൽ ഒരു നിയോനറ്റോളജി കൗൺസിലിംഗ്, ബേബിക്ക് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ആണെങ്കിൽ എപ്പോഴാണ് ബേബി ഡെലിവറി ചെയ്യേണ്ടത്, എത്രയാണ് ബേബിയുടെ വെയിറ്റ് അനുസരിച്ച് ഒരു NICU നിയോനറ്റൽ കൗൺസിലിംഗ് കൊടുത്ത് ബേബിക്ക് ഡെലിവറിക്ക് ശേഷം എന്തൊക്കെയായിരിക്കും ബേബിക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ട് അതനുസരിച്ച് നമ്മളൊരു പ്രഗ്നൻസി പീരീഡ് തന്നെ മദറിനെയും ഫാമിലിനെയും കൗൺസിൽ ചെയ്യേണ്ടതാണ്. സോ പോസ്റ്റ് ഡെലിവറി ഡെഫിനറ്റായിട്ട് ബേബി വിൽ ബി സീൻ ബൈ ദ നിയോനറ്റോളജിസ്റ്റ്. ആവശ്യമുള്ള ബ്ലഡ് ടെസ്റ്റ് ആൻഡ് മോണിറ്ററിങ് ചെയ്ത് ബ്രസ്റ്റ് ഫീഡിങ് എത്രയും വേഗം തുടങ്ങാൻ പറ്റുന്ന കണ്ടീഷനാണെങ്കിൽ തുടങ്ങി ആ ഒരു ബേബിയുടെ ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ അസസ്മെൻറ്റ് വിൽ ബി ഡൺ ബൈ ദ നിയോനറ്റോളജി ടീം. ആൻഡ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഡെഫിനറ്റായിട്ട് ആ ഒരു അമ്മയും ഫാമിലിനെയും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ, ഇത്തരം വിഭാഗക്കാർ അടുത്ത പ്രസവത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? റൈറ്റ്. സോ ഈ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രസൻറ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായ കോംപ്ലിക്കേഷൻസ്, അത് മദറിനുള്ള കോംപ്ലിക്കേഷൻസ് ആയിരിക്കാം, അതർവൈസ് ബേബിക്കുള്ള കോംപ്ലിക്കേഷൻസ് ആയിരിക്കാം. ഇപ്പം മദറിനുള്ള കോംപ്ലിക്കേഷൻസ് ആണെങ്കിൽ നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് മുമ്പേ ദേ ഷുഡ് ഹാവ് എ പ്രീ-പ്രഗ്നൻസി കൗൺസിലിംഗ് ആൻഡ് അവരുടെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അവരുടെ ലിപ്പിഡ് പ്രൊഫൈൽ, അവരുടെ വെയ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് മുമ്പേ അവർ പ്രിപ്പയർഡ് ആയിരിക്കണം. പിന്നെ ബേബിക്കുള്ള കോംപ്ലിക്കേഷൻസ് ലൈക്ക് പ്രീവിയസ് കണ്ടീഷനിൽ ബേബിക്ക് എന്തെങ്കിലും ജനറ്റിക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ബർത്ത് ഡിഫക്റ്റ് ഉണ്ടായിരുന്നു, ബേബി സിവിയർലി ഗ്രോത്ത് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. സോ ഈ ഒരു അവസ്ഥയിൽ ദേ മേ നീഡ് എ ജനറ്റിക് കൗൺസിലിംഗ്. സോ ഇങ്ങനെ വന്ന അവസ്ഥയുടെ കാരണം എന്താണ്, ഇത് നെക്സ്റ്റ് പ്രഗ്നൻസിയിലും ഈ ഒരു അവസ്ഥയ്ക്ക് റിക്കറൻസ് റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അസസ് ചെയ്യേണ്ടയും അറിയേണ്ടയും വളരെ ആവശ്യമുണ്ട്. ആൻഡ് വിമൻ ഓഫ് ഹൈ BP, ഹൈ പ്രഷേഴ്സ് ആൻഡ് ഒബിസിറ്റി ഇവരൊരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പാക്കേജ് ഫോളോ ചെയ്ത് ഒരു പ്രോപ്പർ ബാലൻസ്ഡ് ഡയറ്റും അവരുടെ വെയ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടതും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ, എന്താണ് ഈ ഫീറ്റൽ മെഡിസിൻ?
ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. ആക്ച്വലി എല്ലാവരും ഒരു ഭയക്കുന്ന ഒരു വേർഡാണ് ഒരു ഫീറ്റൽ മെഡിസിൻ സ്കാൻ എന്നൊക്കെ പറഞ്ഞാൽ. സോ ദിസ് ഗോസ് ലൈക്ക് നമ്മുടെ ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യാലിറ്റിയുടെ ഗുരുവാണ് പ്രൊഫസർ കിപ്രോസ് നിക്കലൈഡ്സ്. സോ 2011 മുമ്പേ ദ ട്രെൻഡ് വാസ് ലൈക്ക് നമ്മൾ ഡെലിവറി സമയത്താണ് കൂടുതൽ ബ്ലഡ് ടെസ്റ്റ്, കൂടുതൽ സ്കാൻസ് ചെയ്യുന്നത്. ബട്ട് സിൻസ് 2011 ദർ ഈസ് എ ഇൻവേർട്ടഡ് കെയർ ഓഫ് പിരമിഡ്. അതായത് ഫസ്റ്റ് 5 months ആണ് ഒരു മദറിനെയും ബേബീനെയും പ്രോപ്പറായിട്ട് അസസ് ചെയ്ത് മദർ ഒരു ലോ റിസ്ക് ആണോ ഹൈ റിസ്ക് ആണോ എന്ന് നമ്മൾ സ്ട്രാറ്റിഫൈ ചെയ്യുന്നത്. അതിൽ ഉൾപ്പെടുന്ന ഒരു സ്കാനിങ്സ് ആൻഡ് ബ്ലഡ് ടെസ്റ്റാണ് ഫസ്റ്റ് 3 months ഒരു NT സ്കാനും ഒരു ഫസ്റ്റ് ട്രൈമിസ്റ്റർ എൻഹാൻസ്മെൻറ്റ് സ്ക്രീനിങ് ഫോർ അന്യൂപ്ലോയിഡി. അതായത് ബേബിക്ക് ജനറ്റിക് ഇഷ്യൂസ് എന്തെങ്കിലും വരാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് അറിയുന്ന സ്കാനും ബ്ലഡ് ടെസ്റ്റും. ഇത് അമ്മയുടെ ബ്ലഡിൽ നിന്നാണ് ഈ ഒരു ടെസ്റ്റ് എടുക്കുന്നത്. സോ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എന്തെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ ദ പ്രഗ്നൻസി വിൽ കണ്ടിന്യൂ, ഓർ പോസിറ്റീവ് ആണെങ്കിൽ ഫർദർ ഇൻവേസീവ് ടെസ്റ്റിംഗ്, അതായത് ബേബിയുടെ ചുറ്റുമുള്ള പ്ലാസൻറ്റ പരിശോധിക്കുകയോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ഫ്ലൂയിഡ് പരിശോധിക്കുകയോ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്ത് ബേബി ഹെൽത്തി ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ. The next important scan is the 5th month scan where we do the proper structural assessment. അതായത് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, വാട്ട് ആൻഡ് ഓൾ ടു ബി സീൻ ഇൻ ദ സ്കാൻ. സോ ഈ ചെക്ക് ലിസ്റ്റ് പ്രകാരം ചെയ്ത സ്കാനിങ് ആണ് ഒരു 5th month സ്കാനിങ് പറയുന്നത്. നെക്സ്റ്റ്, ആസ് പെർ ദ റിസ്ക് അസസ്മെൻറ്റ് പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത് സ്കാൻ ദാറ്റ് വി സീ ഫ്രം 6th month ഓൺവേർഡ്സ്. എവറി 4 weeks ബേബിയുടെ ഗ്രോത്ത് എങ്ങനെയുണ്ട്, ബേബിന് ചുറ്റും ഫ്ലൂയിഡ് എങ്ങനെയുണ്ട്, ബേബിയുടെ ബ്ലഡ് ഫ്ലോസ് എങ്ങനെയാണ്. സോ ഇതിനെ ബേസ് വെച്ചാണ് എപ്പോഴാണ് നമ്മൾ ബേബീനെ ഡെലിവറി ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത്. സോ ഓൾ ദീസ് സ്കാൻസ് കം അണ്ടർ ഫീറ്റൽ മെഡിസിൻ സ്കാൻസ്. ഫീറ്റൽ മെഡിസിൻ്റെ മറ്റ് അഡ്വാൻറ്റേജസുകൾ എന്തൊക്കെയാണ്? സോ ആസ് എ റൈറ്റ്ലി സെഡ്, നമ്മൾ 5 മാസത്തിന് മുമ്പേ തന്നെ തീരുമാനിക്കണം ബേബി ഈസ് ജനറ്റിക്കലി ഹെൽത്തി ആൻഡ് സ്ട്രക്ചറലി ഹെൽത്തി. ബിക്കോസ് നമ്മുടെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ഇന്ത്യ പ്രകാരം 24 weeksന് ശേഷം നമുക്കൊരു പ്രഗ്നൻസി അബോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ for taking that decision, we should have a clear-cut idea whether the baby is healthy or not before 24 weeks. So, അത് കാരണമാണ് ഈ NT scan and the anomaly scan will help us in taking this decision. And next, growth assessment. അതായത് ഗ്രോത്ത് പാരാമീറ്റേഴ്സ് വെച്ച് നമുക്ക് അസസ് ചെയ്യാം ബേബി യൂട്രസിനകത്ത് ഇനിയും ഗ്രോ ചെയ്യാൻ നമുക്ക് സമയം കൊടുക്കാൻ പറ്റുമോ, അതോ ബേബിക്ക് ബ്ലഡ് ഫ്ലോ കുറയുന്നുണ്ട്, ഓക്സിജൻ സപ്ലൈ കുറയുന്നുണ്ട്. സോ വി ഷുഡ് ടേക്ക് ഔട്ട് ദ ബേബി ആൻഡ് NICU കെയർ കൊടുത്ത് ബേബിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റൂ. സോ ഈ ഒരു ഡിഫിക്കൽട്ട് ഡെസിഷൻ മേക്കിങ്ങിനും നമുക്കൊരു ഫീറ്റൽ മെഡിസിൻ സ്കാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യക്തമാണ് ഡോക്ടർ. ഗർഭാവസ്ഥയിലെ അപകടാവസ്ഥയെക്കുറിച്ചും അതിൻ്റെ സങ്കീർണാവസ്ഥകളും പരിഹാര മാർഗങ്ങളുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നെയ്യാറ്റിൻകര മെഡിസിറ്റിയിലെ ഡോക്ടർ അഞ്ജു കെ നായരാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ചേർന്നത്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. Thank you.